ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നാളെ നമ്മുടെ പ്ലസ് വണ്ണുകാരുടെ ഹിസ്റ്ററി പബ്ലിക് എക്സാമാണ് വരുന്നത് അല്ലേ. അപ്പോൾ അത് തന്നെ ഹിസ്റ്ററി തന്നെ പ്ലസ് ടുക്കാർ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. സോ ആദ്യമേ തന്നെ പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ഫസ്റ്റ് ഇയറിൽ അതായത് പ്ലസ് വണ്ണിലെ ഹിസ്റ്ററിയിലെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒറ്റ ഒരു വീഡിയോ, ഐ തിങ്ക് ഒരു 32 മിനിറ്റാണ് ആ ഒരു വീഡിയോയുടെ ലെന്ത് വരുന്നത്. ആ ഒരു ഒറ്റ സിംഗിൾ വീഡിയോയിലൂടെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, PDF വച്ച് തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ടോപ്പിക്സ് പറഞ്ഞു പോകുന്നുണ്ട്. ഓരോ ടോപ്പിക്സും ഏതൊക്കെ മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്, അഡീഷണൽ ടെക്സ്റ്റ് ഉൾപ്പെടെ. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം. അഥവാ ഇനി അവിടെ നിന്ന് എന്തെങ്കിലും കാരണവശാൽ ലിങ്ക് ഓപ്പൺ ആവുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ നമ്മുടെ ഹോം പേജ് എടുക്കുക, ജസ്റ്റ് ഒരു ഒന്ന് സ്ക്രോൾ ചെയ്ത് പെട്ടെന്ന് തന്നെ കിട്ടും. കഴിഞ്ഞ വീക്കിൽ എങ്ങാണ്ട് ഇട്ട ഒരു വീഡിയോ ആയിരുന്നു അത്. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് വേറെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്നും ഞാൻ വരാത്തത് കേട്ടോ, വേറെ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഇപ്പം നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ essay ചോദ്യങ്ങളാണ്. അതായത് essay ചോദ്യം ഞാൻ ആ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, പക്ഷേ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ PYQs വെച്ചിട്ട് തന്നെ നമുക്ക് essay ഏതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് ഒന്ന് അവെയറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. 8 മാർക്കിൻ്റെ essay ചോദ്യമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തു വെച്ചിട്ടുള്ളത്, കഴിഞ്ഞ വർഷത്തെ. അപ്പോൾ ഇതിൽ essay ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് എന്താണ്, എക്സ്പ്ലെയിൻ ദ ഫ്യൂച്ചേഴ്സ് ഓഫ് അർബനൈസേഷൻ ഇൻ സദേൺ മെസപ്പൊട്ടോമിയ. ഇത് അധികം അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. മെസപ്പൊട്ടോമിയ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വേറൊരു essay ചോദ്യമുണ്ട്, അത് ഞാൻ അവസാനം പറഞ്ഞുതരാം. പക്ഷേ അർബനൈസേഷൻ്റെ ഫ്യൂച്ചേഴ്സ് എടുത്ത് വെച്ചിട്ട് essayക്ക് ചോദിച്ചത് എന്താ പറയുക, കുറച്ചൊരു ഒരു പാറ്റേൺ ഒരു മാറിയതിൻ്റെ ഒരു തെളിവായിരുന്നു കേട്ടോ. അത് ഈ അർബനൈസേഷൻ റിലേറ്റ് ചെയ്തിട്ട് 8 മാർക്കിന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് പോവുക കേട്ടോ. പിന്നെ നമ്മുടെ അനലൈസ് ഇമ്പോർട്ടൻറ്റ് സിവിലൈസേഷൻസ് ഇൻ സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്ക. ഇത് മുന്നേ ചോദിച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ അഡീഷണൽ ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതായത് ഇസ്ലാമിനെയൊക്കെ പറ്റി പഠിക്കുന്ന ഒരു ചാപ്റ്ററില്ലേ, അപ്പോൾ ആ ഒരു ചാപ്റ്ററിലാണ് വരുന്നത്. അതായത് അഡീഷണൽ ടെക്സ്റ്റിലെ 2ാമത്തെ പാഠത്തിലെ ഏറ്റവും അവസാന ഭാഗത്താണ് ഇത് വരുന്നത്, അസ്ടെക് ഇൻക മായാസ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഇത് നിങ്ങൾ നോക്കിയിട്ട് പോവുക. 8 മാർക്കിന് അവിടെ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ. ആൻഡ് അടുത്ത് 3 ഓർഡേഴ്സ് അല്ലേ. 3 ഓർഡേഴ്സ് നമുക്കറിയാം, അത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണെന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. മലയാളത്തിൽ പറയുമ്പോൾ ദക്ഷിണ മെസപ്പൊട്ടോമിയയിലെ നഗരവൽക്കരണത്തിൻ്റെ സവിശേഷതകൾ എഴുതാൻ ചോദിച്ചിരുന്നു. പിന്നെ അസ്ടെക് മായ ഇൻകകളെ പറ്റിയിട്ട് ചോദിച്ചിരുന്നു. പിന്നെ നമ്മുടെ 3 വിഭാഗങ്ങൾ, അതായത് മധ്യകാല യൂറോപ്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഫ്യൂഡലിസത്തിൻ്റെ 3 വിഭാഗങ്ങൾ, അത് സാധാരണയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്തത് 2024 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് വന്നിട്ടുള്ളത് 3 ഓർഡേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ലെഗസി ഓഫ് ഇസ്ലാം ടു ദ വേൾഡ്, ഇതും ഒരു ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ലെഗസി ഓഫ് ഇസ്ലാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം ആദ്യമേ പറയാം, ഈ 3 ഓർഡേഴ്സ് ഉണ്ടല്ലോ, ഇത് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഒത്തിരി ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് അത്രയൊന്നും നമുക്ക് എഴുതാനൊന്നും ടൈം കിട്ടത്തില്ല, അത്രയൊന്നും ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള അത്രയൊന്നും ആവശ്യമില്ല. വളരെ ബ്രീഫായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതിയാവും, 8 മാർക്കിനല്ലേ എഴുതേണ്ടിയുള്ളൂ. അപ്പോൾ 3 ഓർഡേഴ്സ് ആരെങ്കിലും ഇനി പഠിക്കാൻ വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എടുത്തു വെച്ച് പഠിക്കുക. അത് പഠിക്കാണ്ട് നിങ്ങൾ വേറെ ഒന്നും പഠിക്കാൻ നിൽക്കരുത്. 3 ഓർഡേഴ്സ് പഠിച്ച് ആദ്യമേ സെറ്റാക്കി വെക്കുക. ഓക്കെ, പിന്നെ ലെഗസി ഓഫ് ഇസ്ലാം ടു ദ വേൾഡ്, ഇതും ചോദിക്കുന്ന സംഭവമാണ്, അഡീഷണൽ ടെക്സ്റ്റിലുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കണ്ടോ ഹിൻസ് കൊടുത്തിട്ടുണ്ട്, ഇതിനകത്ത് എന്തൊക്കെ എഴുതേണ്ടെന്നുള്ളത്. അതും ഒരു വലിയതാണ്, അത് ഇത്തിരി ടഫാണ്. അപ്പോൾ അത് ഇനിയൊക്കെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ റിവൈസ് ചെയ്യുക, അല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി അടുത്ത് പ്രിപ്പയർ ആൻ എസ്സേ ഓൺ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അതെ, നമ്മുടെ അഡീഷണൽ ടെക്സ്റ്റിലെ 3ാമത്തെ പാഠം ഉണ്ടല്ലോ, അതിനകത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണല്ലോ നമ്മൾ പഠിക്കുന്നത്, ബ്രിട്ടനിൽ സ്റ്റാർട്ട് ചെയ്ത. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ പറ്റിയിട്ട് essay ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോൾ അയൺ ഇൻഡസ്ട്രീസും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് എഴുതാനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മലയാളം മീഡിയത്തിൽ പറയുമ്പോൾ വീണ്ടും നമ്മുടെ ആ ഒരു 3 വിഭാഗങ്ങളെക്കുറിച്ച് ചോദിച്ചിരുന്നു. പിന്നെ ലോകത്തിന് ഇസ്ലാം നൽകിയ സംഭാവനകൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ചിട്ടും 8 മാർക്കിന് 2024 essay വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത നമ്മൾ 2023 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ റോമൻ എംപയർ റിലേറ്റ് ചെയ്തിട്ട് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ 2ാമത്തെ ചാപ്റ്ററല്ലേ, റോമൻ എംപയർ റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. 2ാമത്തെ അല്ല 3ാമത്തെ അല്ലേ, യെസ്. റോമൻ എംപയറിൽ എക്കണോമിക് എക്സ്പാൻഷനും സോഷ്യൽ ഹൈറാർക്കീസും ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇതിൽ ഏത് വേണോ ഹിൻസായിട്ട് കൊടുക്കാം. അതിനകത്ത് ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് റോമൻ എംപയറിൻ്റെ essayക്കകത്ത്, അതൊക്കെ ഞാൻ ആ മറ്റേ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു essayക്കകത്ത് ഏതൊക്കെ ടോപ്പിക്സ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കി പഠിക്കുക. പിന്നെ ലെഗസി ഓഫ് ഇസ്ലാം വീണ്ടും ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ 3 ഓർഡേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഇത് റിപ്പീറ്റ് ചെയ്ത് ഇതാ കണ്ടല്ലോ, ഈ 2 ചോദ്യം വന്നിട്ടുണ്ട്, ഒന്ന് ലെഗസി ഓഫ് ഇസ്ലാമും അതുപോലെ തന്നെ 3 ഓർഡേഴ്സും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്.
അടുത്ത 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഇതിനകത്ത് ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒന്നാമത്തെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ അഡീഷണൽ ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേറ്റസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ, പ്രിമേറ്റ്സ്, ഹോമിനിഡ്സ് എല്ലാം എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് 8 മാർക്കിന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി പിന്നെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് 3 ഓർഡേഴ്സ് തന്നെയാണ്. പിന്നെ എഗെയിൻ ചോദിച്ചിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ പറ്റിയിട്ട്. ഓക്കെ, അതാ കണ്ടോ ഇവിടെ കൊടുത്തിട്ടുള്ള ഹിൻസ് വേറെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷനകത്തും പല കാര്യങ്ങളും ഉണ്ട്. ഞാൻ അതും ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എനിവേ നമ്മൾ ആ എസ്സേ നമ്മൾ ഒരെണ്ണം പഠിക്കുമ്പോൾ അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അവർ ഹിൻസായിട്ട് ഏതായിരിക്കും കൊടുക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം കവർ ചെയ്തിട്ട് തന്നെ പോകാനായിട്ട് നോക്കുക. അടുത്ത ഏതാ വരിക 2021. അപ്പോൾ അതിനകത്ത് റോമൻ എംപയർ അഗെയിൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ അടുത്തെന്താണ് നമ്മുടെ ലെഗസി ഓഫ് ഇസ്ലാം വീണ്ടും വന്നിട്ടുണ്ട്, 3 ഓർഡേഴ്സ് വീണ്ടും വന്നിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. കണ്ടോ, ഇത് മൂന്നും കണ്ടോ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. 3 ഓർഡേഴ്സ്, ലെഗസി ഓഫ് ഇസ്ലാം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, റോമൻ എംപയർ ഇപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നതല്ലേ. അപ്പോൾ ഇതൊക്കെ ഇനിയും ചാൻസ് ഉണ്ട് വരാൻ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കും. ഇനി ഏതാ 2020 നോക്കുമ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് റൈറ്റിംഗ് സിസ്റ്റം ഇൻ ആൻഷ്യൻ മെസപ്പൊട്ടോമിയ. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മെസപ്പൊട്ടോമിയ റിലേറ്റ് ചെയ്തിട്ട് എന്താണ് ഒരു എസ്സേ ഒരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. സിസ്റ്റം ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ടോപ്പിക്കിൻ്റെ പേര് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ വായിച്ച് വെക്കുക. ഈ പറയുന്ന ടോപ്പിക്സ് ഒക്കെ ഉണ്ടല്ലോ, ഇത് നമുക്ക് 8 മാർക്കിന് ഇനി എങ്ങാനും വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ഷോർട്ടസ്റ്റ് ആയിട്ടും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് റൈറ്റിംഗ്, സിസ്റ്റം ഓഫ് റൈറ്റിംഗ്, ലിറ്ററസി മറ്റേ ക്യൂണിഫോം ലിപിയൊക്കെ പറ്റി പഠിക്കുന്നുണ്ടല്ലോ. പിന്നെ യൂസസ് ഓഫ് റൈറ്റിംഗ്, അതെല്ലാം കൂടി ചേർത്തിട്ട് എഴുതുമ്പോഴാണ് അവിടെ 8 മാർക്കിന് കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ദാറ്റ് ഈസ് മെസപ്പൊട്ടേമിയ സിവിലൈസേഷൻ പഠിക്കുന്ന ആ ചാപ്റ്ററിലുള്ള ടോപ്പിക്കാണ്. പിന്നെ വീണ്ടും റോമൻ എംപയറിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എസ്സേ വന്നിട്ടുണ്ട്. പിന്നെ ഏതാ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അഗെയിൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അസ്റ്റക് ഇൻകം മായാസ് വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ PYQs നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? 3 ഓർഡേഴ്സ് നമുക്ക് എന്തായാലും വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. 3 ഓർഡേഴ്സ് വരാം. പിന്നെ ഇസ്ലാം അല്ലേ, നമ്മുടെ അഡീഷണൽ ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ലെഗസി ഓഫ് ഇസ്ലാം, അത് നമുക്ക് ഇനിയും വരാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലേ, അഡീഷണൽ ടെക്സ്റ്റിലുള്ള സംഭവം തന്നെയാണ് വ്യാവസായിക വിപ്ലവം. ഓക്കെ, അത് നമുക്ക് ചോദിച്ചിട്ടുണ്ട് വീണ്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റോമൻ എംപയർ അല്ലേ, റോമൻ എംപയർ റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ അസ്റ്റക് ഇൻക മായ അല്ലേ, അസ്റ്റക് ഇൻക മായ. ഓക്കെ, അത് റിലേറ്റ് ചെയ്തിട്ടും നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ മെസപ്പൊട്ടേമിയ ചാപ്റ്റർ, ആ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 5 ഇയേഴ്സൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 8 മാർക്കിന് നമ്മുടെ +1 ഹിസ്റ്ററിയിൽ നിന്ന് എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ എവിടെ ചോദിച്ചിട്ടുള്ളതിന് പുറമേ നമുക്ക് എസ്സേ ടോപ്പിക് അല്ലെങ്കിൽ 8 മാർക്ക് കണക്കാക്കി തന്നെ നമ്മൾ പഠിച്ചിട്ട് പോവേണ്ട കുറച്ച് ടോപ്പിക്സ് കൂടിയുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത്. ഓക്കെ, അത് ഡയറക്റ്റായിട്ട് പബ്ലിക് എക്സാമിന് ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, മീൻസ് ഈ ഒരു അടുത്ത കാലത്തൊന്നും അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും പക്ഷെ നമുക്കല്ലാത്ത എക്സാമുകളിലൊക്കെ അത് എസ്സേ ആയിട്ടൊക്കെ വന്നിട്ടുള്ളതാണ്. ഞാനത് കൂടി ഒന്ന് പറഞ്ഞുതരാം. ഒന്ന് നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, അതായത് റിനൈസൻസിനെയൊക്കെ പറ്റി പഠിക്കുന്ന ഒരു ചാപ്റ്റർ വരുന്നുണ്ടല്ലോ, ഹ്യൂമനിസം. ഓക്കെ, അപ്പോൾ ഹ്യൂമനിസം, ഓക്കെ ഞാനതൊന്ന് എഴുതിത്തരാം. ഹ്യൂമനിസം റിലേറ്റ് ചെയ്തിട്ട് കേട്ടോ, ഹ്യൂമനിസം ബേസ് ചെയ്തിട്ട് നമ്മളവിടെ ആർട്ട്, ആർക്കിടെക്ചർ അല്ലേ, ആ ഒരു കാര്യമൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കൊള്ളുക. അത് റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 7ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. അതായത് നമ്മുടെ അതെ 7ാമത്തെ പാഠം തന്നെയാണ്. ഹ്യൂമനിസം ബേസ് ചെയ്തിട്ടാണ് ആ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്താക്കുക, നിങ്ങൾ നോക്കിയിട്ട് പോവുക. പിന്നെ ഇതിനകത്ത് ആർട്ട്, ആർക്കിടെക്ചറിനകത്തൊക്കെ നമ്മൾ ഒരുപാട് പെയിൻറ്റിങ്സിൻ്റെ പേര്, അത് വരച്ച ആൾക്കാരുടെ പേര്, ബുക്സുകളുടെ പേര്, അതിൻ്റെ ഓതേഴ്സിൻ്റെ പേര്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് അല്ലാണ്ടൊക്കെ എസ്സേ ആയിട്ട് വരാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഷോർട്ടസ്റ്റ് ആയിട്ടും ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, ദെൻ ഇനി അടുത്ത അതുപോലൊരു എസ്സേ ടോപ്പിക്കായിട്ട് പറയാനുള്ളതാണ് ഏതാണെന്നറിയോ, മീജി റെസ്റ്റോറേഷൻ. ഓക്കെ, കേട്ടിട്ടുണ്ടായിരിക്കാം മീജി റെസ്റ്റോറേഷൻ. ഓക്കെ, മീജി റെസ്റ്റോറേഷൻ. അപ്പോൾ ഇത് എവിടെയാണ്, ഏത് ചാപ്റ്ററിലാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ ലാസ്റ്റത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, ജപ്പാൻ, ചൈന റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുന്ന ഒരു പാഠം, ഏറ്റവും അവസാനത്തെ പാഠം. അപ്പോൾ ആ ഒരു ചാപ്റ്ററിലാണ് വരുന്നത്. ജപ്പാൻ പറഞ്ഞു വരുമ്പോൾ ആണ് ഇത് വരിക. മേജി റിസ്റ്റോറേഷൻ അല്ലെങ്കിൽ മേജി പുനഃസ്ഥാപനം എന്ന് മലയാളത്തിൽ പറയുന്നുണ്ട്. ഇതും ഒരു 8 മാർക്കിൻ്റെ ടോപ്പിക്കാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതെന്താക്കാം, ഷോർട്ടസ്റ്റ് ആയിട്ടാണ് വരാറുള്ളത്. ഓക്കെ, അല്ലാണ്ട് 8 മാർക്കിനൊക്കെ വരുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. അതായത് നമ്മുടെ അല്ലാത്ത എക്സാമുകളുണ്ടല്ലോ, ഇപ്പോൾ
എന്താ ക്രിസ്മസ് അല്ല, അല്ലാത്ത മോഡൽ അങ്ങനെയൊക്കെയുള്ള എക്സാമുകളുണ്ടല്ലോ, സേ എക്സാം അങ്ങനെയൊക്കെ അല്ലാത്ത എക്സാമുകളിലൊക്കെ ഇത് അങ്ങനെയും വരാറുള്ള ഇടയ്ക്കൊക്കെ വരാറുള്ള ഒരു 8 മാർക്കിൻ്റെ എസ്സേ ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇത് അങ്ങനെ എന്താ ഇപ്പോൾ പബ്ലിക് എക്സാമിന് കണ്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. കാരണം നമുക്ക് ഷോർട്ട് എസ്സേ ആയിട്ടായാലും വരാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ 5 മാർക്കിൻ്റെ സെക്ഷനിലായാലും വരാൻ സാധ്യതയുണ്ട്. എടാ, നമുക്ക് ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതായത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള +1 ഹിസ്റ്ററിയിൽ നിന്ന് ഫൈനൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള 1 വേർഡ്സ്, ഓക്കെ, അതുകൂടി നമുക്ക് ഏതൊക്കെയാണെന്നൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ആക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ മാച്ച് ദ ഫോളോവിങ് ആണ് ഹിസ്റ്ററിക്ക് വരിക അല്ലേ. അപ്പോൾ അഗസ്റ്റസ്, എവിടെ ഞാൻ ആൻസർ പറഞ്ഞുതരാം. അഗസ്റ്റസ് വരുന്നത് ഏതായിരിക്കും വരിക? പ്രിൻസിപ്പേറ്റ്. ഓക്കെ, അഗസ്റ്റസ് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രിൻസിപ്പേറ്റ് ആണ്. ഇനി ഷബൂർ ഫസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇറാനിയൻ റൂളറാണ്. ഓക്കെ, ഇറാനിയൻ റൂളർ. ഇനി പ്ലിനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലിനി എഴുതിയ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരാണ് നാച്ചുറൽ ഹിസ്റ്ററി. ഓക്കെ, നാച്ചുറൽ ഹിസ്റ്ററിയിലാണ് മാച്ച് ചെയ്യേണ്ടത്. കോൺസ്റ്റൻറ്റൈൻ കൊണ്ടുവന്ന ഒരു കോയിൻ ആയിരുന്നു ഇത് സോളിഡസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കോൺസ്റ്റൻറ്റൈൻ സോളിഡസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ആ രീതിക്കാണ് മാച്ച് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് വരുമ്പോൾ ഹൂ വാസ് നോൺ ആസ് ഹോളി റോമൻ എംപറർ. ഓക്കെ, ഹോളി റോമൻ എംപറർ എന്നറിയപ്പെടുന്ന ആരാണ്? ഷാലമീൻ അല്ലെങ്കിൽ ചാർലി മാഗ്നെ. ഷാലമീൻ എന്നല്ലേ പറയുക. ഓപ്ഷൻ സി ആണ് കേട്ടോ ഉത്തരം. ഷാലമീൻ ആണ് വരിക ഹോളി റോമൻ എംപറർ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ദ കൺട്രി റൂൾഡ് ബൈ ഹെൻറി V11. അപ്പോൾ എന്താണ് മൂന്നാമത്തെ ചോദ്യം? അതിൻ്റെ ഉത്തരം വരുന്നത് ദാറ്റ് ഈസ് ഇംഗ്ലണ്ട് ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇംഗ്ലണ്ട്. ഓക്കെ, ഇംഗ്ലണ്ട് ആണ് വരുന്നത്. ഇതൊക്കെ അങ്ങനെ എന്താ പറയുക, ഇത്തിരി റെയർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അതായത് നമ്മൾ ഇത്തിരി അത്യാവശ്യം സൂക്ഷ്മമായിട്ട് ടെക്സ്റ്റ് വായിക്കുന്നവർക്കായിരിക്കും ഇതൊക്കെ പെട്ടെന്ന് കിട്ടുള്ളൂ. ഓക്കെ, ദെൻ നാലാമത്തെ ചോദ്യം വരുമ്പോൾ നെയിം ദ ക്യാപിറ്റൽ ഓഫ് അപ്പാസിഡുകാരുടെ ക്യാപിറ്റൽ. അതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ബാഗ്ദാദ് അല്ലേ, ഓപ്ഷൻ ഡി. അതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. ബാഗ്ദാദ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. പിന്നെ നെയിം ദ ഓഥർ ഓഫ് ദ ബുക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരായിരുന്നു? യൂക്ലിഡ് ആണ്. ഓക്കെ, യൂക്ലിഡ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ആറാമത്തെ ചോദ്യം ദ ഡുവോമോ ഓഫ് ഫ്ലോറൻസ് വാസ് ഡിസൈൻഡ് ബൈ. ഇതും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഫിലിപ്പോ ബ്രൂണഷെല്ലി. ഓക്കെ, സോ ഡുവോമോ ഓഫ് ഫ്ലോറൻസ് ആരെ ഡിസൈൻ ചെയ്തത്? ഫിലിപ്പോ ബ്രൂണഷെല്ലി ആയിരുന്നു. ഓക്കെ, നമുക്കിതിൻ്റെ മലയാളം കൂടി നോക്കാം. മാച്ച് ദ ഫോളോവിങ് ആണ്. അഗസ്റ്റസ് എവിടെ വരുന്നത്? പ്രിൻസിപ്പേറ്റ് ആണ്. ഷബൂർ ഒന്നാമൻ വരുന്നത് അദ്ദേഹം ഒരു ഇറാനിയൻ ഭരണാധികാരിയായിരുന്നു. പ്ലിനി എഴുതിയ ഒരു ടെക്സ്റ്റ് ബുക്കാണ് നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. കോൺസ്റ്റൻറ്റൈൻ സോളിഡസ് ആണ് വരിക. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യം വിശുദ്ധ റോമ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഷാലമീൻ ആണ്. ഓക്കെ, ഷാലമീൻ. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം ഹെൻറി 7 ഭരിച്ചിരുന്ന രാജ്യത്തെ കണ്ടെത്തുക. ഏതാണ്? ഇംഗ്ലണ്ട്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അബ്ബാസിഡുകളുടെ തലസ്ഥാനം ഏതാണ്? നാലാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബാഗ്ദാദ്. ഇനി അടുത്ത അഞ്ചാമത്തെ ചോദ്യം എലമെൻറ്റ്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? യെസ്, അത് ഓപ്ഷൻ എ ആണ് കേട്ടോ ഉത്തരം. യൂക്ലിഡ് ആണ് വരുന്നത്. ഓപ്ഷൻ എ യൂക്ലിഡ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അതുപോലെ ആറാമത്തെ ചോദ്യം ഫ്ലോറൻസിലെ ഡുവോമോ രൂപകൽപ്പന ചെയ്തത് ആരായിരുന്നു എന്നുള്ളതാണ്. ആരാണ്? ഫിലിപ്പോ ബ്രൂണലേഷി. ഓക്കെ, ഫിലിപ്പോ ബ്രൂണലേഷിയാണ് ഡിസൈൻ ചെയ്തത്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഹൂ വാസ് ദ ഫസ്റ്റ് ടു ഡിസെക്ട് ദ ഹ്യൂമൻ ബോഡി. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു 1 വേർഡാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ആരാണ് ആദ്യമായിട്ട് ഹ്യൂമൻ ബോഡി ഡിസെക്ട് ചെയ്തത്? സോ ഇതിൻ്റെ ആൻസർ ആരാ വരിക? ആൻഡ്രിയാസ് വെസേലിയസ്. അത് ടിക്ക് മാർക്ക് തന്നെ കൊടുക്കുക, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആൻഡ്രിയാസ് വെസേലിയസ് ആയിരുന്നു എന്താക്കിയത്? ഹ്യൂമൻ ബോഡി ആദ്യമായിട്ട് ഡിസെക്ട് ചെയ്തത്. ഇനി ക്രോണോളജിക്കൽ ഓർഡറിൻ്റെ കറക്റ്റ് ഓർഡർ ഞാനിവിടെ മാർക്ക് ചെയ്ത് തരാം. സോ ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് ബാർത്തലോമിയോ ഡയസ് റീച്ച്ഡ് ഇൻ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ഇതാണ് ഒന്നാമത് വരിക. ആൻഡ് രണ്ടാമത്തത് കൊളംബസ് അറൈവ്ഡ് ഇൻ ദ ബഹാമസ് ഐലൻഡ്. മൂന്നാമത് വരിക ഇനി വാസ്കോഡ ഗാമ, അതാണ് വരിക. നാലാമത് കാബ്രൽ അറൈവ്ഡ് ഇൻ ബ്രസീൽ. ഇത് ആക്ച്വലി ഒരു എന്താ പറയുക, നമുക്ക് അങ്ങനെ യൂഷ്വലി ചോദിക്കുന്ന രീതിയിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്രോണോളജി ആയിരുന്നു. കാരണം നമ്മുടെ അഡീഷണൽ ടെക്സ്റ്റിലുള്ള ആ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ പറ്റി പഠിക്കുന്ന ആ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റിലുണ്ട് യൂറോപ്പ് മീൻസ് ഇങ്ങനെ ട്രാവലേഴ്സ് ഇങ്ങനെ ഓരോ രാജ്യത്തെത്തിയ സംഭവം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫസ്റ്റ് ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ 4 മാർക്കിന് നമ്മുടെ ക്രോണോളജി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നമ്മളതങ്ങനെ അത്യാവശ്യം അതൊരു പാറ്റേൺ മാറലായിരുന്നു കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ. കാരണം ഈ 1 വേർഡ്സിലും കുറച്ചിങ്ങനെ റയർ ചോദ്യങ്ങൾ കണ്ടു, ഈ ക്രോണോളജിയും കുറച്ചൊരു റയർ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുക കേട്ടോ. അതായത് നമുക്ക് പാറ്റേൺ ഇപ്പോൾ +2കാർക്ക് എക്സാം കഴിഞ്ഞായിരുന്നു ഹിസ്റ്ററി. അപ്പോൾ അതിലും 1 വേർഡ്സിൽ കുറച്ചൊരു ഇത് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവർക്ക്
അവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു വൺ വേർഡ്സിൽ അവർക്ക് ചോയ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇപ്പം ഇതിലൊക്കെ നമുക്കറിയാം യൂഷ്വലി ചോയ്സ് വരാറുണ്ട് എല്ലാ സെക്ഷനിലും. അപ്പോൾ പ്ലസ് ടുക്കാർക്ക് കഴിഞ്ഞ ഹിസ്റ്ററി പേപ്പറിൽ അവർക്ക് വൺ വേർഡ്സിനകത്ത് ചോയ്സേ ഉണ്ടായിരുന്നില്ല. എല്ലാവരും മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട രീതിയിലായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ വൺ വേർഡ്സ് ഒക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അവർക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷേ വൺ വേർഡ്സ് ആയിരുന്നു ചോയ്സ് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ മലയാളം കൂടി ഒന്ന് പറയാം. മനുഷ്യ ശരീരത്തെ ആദ്യമായി കീറി മുറിച്ച് പരിശോധിച്ചത് ആരായിരുന്നു? യെസ്, ആൻഡ്രിയാസ് വെസേലിയസ് ആണ്. ഇനി ഈ ഒരു കാലഗണനയുടെ ഉത്തരം ഞാൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് തരാം. ഒന്നാമത് വരുന്നത് ബർത്തലോമിയോ ഡയസ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ എത്തി. രണ്ടാമത് വരുന്നത് ഏതാണ്? കൊളംബസ്. ഓക്കെ, കൊളംബസ് ബഹാമസ് ദ്വീപിൽ എത്തിച്ചേർന്നു. മൂന്നാമത് വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് ഒരു സമുദ്രപാത കണ്ടെത്തി. നാലാമത് കബ്രാൾ ബ്രസീലിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു രീതിക്കാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനിയും ഏത് പഠിക്കണം, അങ്ങനെ അതായത് അത്യാവശ്യം നന്നായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് മറ്റ് വീഡിയോസൊക്കെ ഞാൻ ഇട്ട ആ ഒരു വീഡിയോ അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്, അപ്പോൾ ഉറപ്പായിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ അത് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ജയിക്കും കേട്ടോ, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കുക, അതനുസരിച്ച് പഠിച്ച് നോക്കുക. ഇനി പഠിച്ചിട്ടുള്ളവരാണ് മീൻസ് എല്ലാം പഠിച്ചു കഴിയും, മാക്സിമം കുട്ടികളും പഠിച്ചു കഴിഞ്ഞ് കാണും. അപ്പോൾ പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ കണ്ടിട്ട് അതിനനുസരിച്ച് അതിൽ പറഞ്ഞ ആ ടോപ്പിക്സ് എല്ലാം ഞാൻ കവർ ചെയ്തോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ചൊരു സമയമുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു ടൈം റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഓക്കെ, പിന്നെ ഇപ്പോൾ എസ്എ ചോദ്യങ്ങളെ പറ്റി നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടിക്കാണും ഈ ഒരു വീഡിയോയിലൂടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ നമ്മൾ വൺ വേർഡ്സ് നോക്കിയപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം അതാണ്, നമുക്ക് പാറ്റേണിൽ ചെറുതായിട്ടൊക്കെ മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്, ചെറിയ രീതിയിൽ, അങ്ങനെ ഭയങ്കര ഇതായിട്ടൊന്നുമില്ല. 1-2 റയർ ചോദ്യങ്ങളൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ തന്നെ ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്ലസ് ടുക്കാർക്കായാലും ഇതുപോലെ അവർക്ക് ചെറിയ രീതിയിൽ റയർ ക്വസ്റ്റ്യൻസ് ഒക്കെ 1-2 ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല, നമുക്കത് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു കണക്കിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യുക. ഓക്കെ, അതായത് മേ ബി നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിനോടൊപ്പം ചിലപ്പോൾ അങ്ങനെ റയർ ചോദ്യങ്ങളും ഉണ്ടാവാം. ഓക്കെ, അതായത് ആ ഒരു ടൈമിൽ നമുക്കൊരു ഷോക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഒരു മാറ്റം വന്നില്ല, നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മീൻസ് യൂഷ്വലി വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വരികയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. എന്തായാലും നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മൾ മറ്റതും എക്സ്പെക്റ്റ് ചെയ്യണമല്ലോ, മീൻസ് കുറച്ചൊരു ഈ പാറ്റേണിലൊക്കെ മാറ്റം വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ടൊരു ഷോക്കാവുക പാനിക്കാവുക ചെയ്യരുത്. ഇപ്പോഴേ അതിനനുസരിച്ചൊന്ന് പ്രിപ്പയർ ചെയ്ത് പോവുക. ഓക്കെ, മാക്സിമം വായിക്കാൻ പറ്റുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നോക്കി പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് നിങ്ങൾ വൺ വേർഡ്സ് ഒന്ന് ശ്രദ്ധിക്കുക. പ്ലസ് ടുക്കാർക്ക് ഇപ്പോൾ ചോയ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഇനി ഇതിലും അങ്ങനെ എങ്ങാനും വരുമോ എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾ പഠിച്ചു കാണും, അപ്പോൾ പഠിച്ചവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ടെങ്കിലും ചെയ്യാമല്ലോ, ജസ്റ്റ് ചെക്ക് ചെയ്യാമല്ലോ ഞാൻ എല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ, പഠിക്കാത്തവരാണെങ്കിൽ അത് കണ്ട് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ആ ഒരു കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ താങ്ക് യു.